ഹലോ എവരിവൺ, മൈസെൽഫ് അക്മൽ ഇർഫാന. നമ്മൾ ബയോകെമിസ്ട്രി ഓഫർ ചെയ്യുന്നത് എം ഡി സി ഓഫർ ചെയ്യുന്ന സെക്കൻഡ് സെമ്മിലെ ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ നമ്മൾ മെയിനായിട്ട് പ്രീ റിക്വസ്റ്റ് പറയുന്നത് +2 ലെവൽ സയൻസ് വിത്ത് ബയോളജി ആൻഡ് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 3 ക്രെഡിറ്റ് ആണ്. ലെക്ചർ പെർ വീക്ക് 4 ആണ്. ടോട്ടൽ അവേഴ്സ് 60 ആണ്. ഇനി ബയോകെമിസ്ട്രി ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൻ്റെ മൊത്തത്തിൽ നമ്മൾ കോഴ്സിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ കോഴ്സ് പ്രൊവൈഡ്സ് മെയിൻലി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, മെയിനായിട്ട് ഒബേസിറ്റി, ഡയബറ്റീസ്, CVD, അതേപോലെ തന്നെ ഇതും നമ്മൾ ബയോകെമിക്കൽ പ്രോസസ്സുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ആവുന്നത്, പിന്നെ നമ്മൾ ഡയറ്റും എക്സസൈസും നമ്മളെ ബോഡിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, സ്മോക്കിങ്ങും ആൽക്കഹോളൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കുറേ ജീൻ എക്സ്പ്രഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ബയോകെമിസ്ട്രി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. അതിൽ നമ്മൾ ഓവർവ്യൂ ചെയ്യുകയാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒബേസിറ്റി, ഡയബറ്റീസ്, CVD, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ബയോകെമിക്കൽ പ്രോസസ്സുമായിട്ട് ലിങ്ക് ആവുന്നത്, അതേപോലെ തന്നെ ഡയറ്റും എക്സസൈസും എത്രമാത്രം നമ്മൾ ഈ ഡിസോർഡേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, പിന്നെ റോൾ ഓഫ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസപ്ഷനും സ്മോക്കിങ്ങും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് യൂണിറ്റിൽ മെറ്റബോളിക് പാത്വേസ് ആൻഡ് ഡിസീസസ് ആണ്. അതായത് ഡയബറ്റീസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസവുമായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് ലിപ്പിഡ് മെറ്റബോളിസവുമായിട്ട് റിലേറ്റഡ് ആണ്. ഒബേസിറ്റി പ്രോട്ടീൻ മെറ്റബോളിസവുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ റിലേഷൻ വരുന്നത്. ഏത് രീതിയിലാണ് ആ ഒരു മെറ്റബോളിസത്തിൽ പ്രശ്നം വരുമ്പോൾ ഡയബറ്റീസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ലിപ്പിഡ് മെറ്റബോളിസത്തിൽ പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് CVD ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ആൻഡ് ഹെൽത്ത് ഇമ്പാക്ട്സ് ആണ്. അതിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഇൻ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, പല ഭാഗങ്ങളും വീക്കം വരുന്നതല്ല, ഇപ്പോൾ ആർത്രൈറ്റീസ് പോലെയുള്ള അങ്ങനെയുള്ള കുറേ രോഗങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഹോർമോൺസ് ആൻഡ് മെറ്റബോളിക് റെഗുലേഷൻസ്, നമ്മൾ ഇത് കാരണം ഉണ്ടാകുന്ന ഹോർമോണൽ ഡിഫറൻസസ്, അത് കാരണം ഉണ്ടാകുന്ന മെറ്റബോളിക് റെഗുലേഷൻസ്, ഇങ്ങനെ കാര്യങ്ങൾ, പിന്നെ എപ്പിജെനറ്റിക്സ്, ലൈഫ് സ്റ്റൈൽ, പിന്നെ ഇതൊക്കെ ജീൻ എക്സ്പ്രഷൻ ആൻഡ് ഡിസീസ് ഡെവലപ്മെൻറ്റ്. ജീൻ എക്സ്പ്രഷനും ഉണ്ടാവും, അതായത് നമ്മൾ ബോഡിയിൽ എന്തൊന്നും ഉണ്ടാകുന്നതും ജീൻസ് റിലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ വരുന്ന ജീൻ എക്സ്പ്രഷനിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. പിന്നെ ഡിസീസ് മെക്കാനിസം ആൻഡ് ഇൻ്റർവെൻഷൻ, അതായത് നമ്മൾ ക്യാൻസർ പോലെയുള്ള ക്യാൻസറിൻ്റെ സെൽ സൈക്കിൾ റെഗുലേഷൻ, അപ്പോപ്ടോസിസ്, മെറ്റാസ്റ്റാസിസ്, ഈ സെൽ ഡെത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, എങ്ങനെയാണ് സെൽ ഡെത്ത് ആവുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, റീനൽ ഫങ്ഷൻ, അതായത് നമ്മുടെ കിഡ്നിയിലെ റീനൽ ഫങ്ഷന്, പിന്നെ ഡയറ്ററി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻ ഓഫ് മാനേജിങ് ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ മെഡിസിൻസ്. നമ്മളിപ്പം ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കണം. പിന്നെ ഫിഫ്ത്ത് ഒരു ഓപ്പൺ മൊഡ്യൂളാണ്. അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഡിസ്കഷനാണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് റീസെൻറ്റ് റിസർച്ച് ആൻഡ് ട്രെൻഡ്സ്. അതായത് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് എന്തൊക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചസ്, എന്തൊക്കെയാണ് ട്രെൻഡ്സ്, എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ പ്രിവെൻഷൻസ് ആണ്, ഇപ്പോൾ ആ രോഗത്തിന് എന്തൊക്കെ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റും നിലവിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഇൻ്റർവെൻഷൻസ് ആൻഡ് റിസർച്ച് ഡയറക്ഷൻസ്. പിന്നെ ഫ്യൂച്ചർ ഇൻ്റർവെൻഷൻസ് കുറേ റിസർച്ചസ് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച് അതിൻ്റെ ഫ്യൂച്ചർ ഇൻ്റർവെൻഷൻസ്, ഫ്യൂച്ചറിൽ അതിനെ ചെറുക്കുക അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മെഡിസിൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ റിസർച്ച് ഡയറക്ഷൻ. ഇപ്പം ഇത് നമ്മൾ ഇങ്ങനൊരു ടോപ്പിക്ക് കൊടുത്തിട്ട് ആ ഒരു മേഖലയിലോട്ട് പോവുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു റിസർച്ച് ഡയറക്ഷൻസ് കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പം ഒരു ഡിസ്കഷൻ ടോപ്പിക്കാണ്, ഓപ്പൺ മൊഡ്യൂളാണ് ഫിഫ്ത്ത് മൊഡ്യൂള്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ MDC സെക്കൻഡ് സെമ്മിൽ ഓഫർ ചെയ്യുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ടൊരു ക്രൈറ്റീരിയ, കുറച്ചും സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. Okay, all the best.